നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് ഭരണം കടുത്ത പ്രതിസന്ധിയിൽ തുടരുന്നു. LDFന്റെ ഭരണസമിതിയിലെ 4 അംഗങ്ങൾ അയോഗ്യരാക്കപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിസന്ധി. അയോഗ്യരാക്കപ്പെട്ടവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കിഴക്കൻ മലയോര മേഖലയിലെ വനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകണമെന്ന് LDFന്റെ ആവശ്യം. വിഷയം ചൂണ്ടിക്കാട്ടി വനം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. CPMന്റെ 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. മാലിന്യ പ്രശ്നത്തിനു പരിഹാരമില്ലാതെ പത്തനാപുരം പട്ടണം. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് ഭരണം കടുത്ത പ്രതിസന്ധിയിൽ തുടരുന്നു. LDFന്റെ ഭരണസമിതിയിലെ 4 അംഗങ്ങൾ അയോഗ്യരാക്കപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിസന്ധി. അയോഗ്യരാക്കപ്പെട്ടവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഉറുകുന്ന സർവീസ് സഹകരണ സംഘം ബോർഡ് മെമ്പർ M. നാസർ ഖാൻ നേരത്തെ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ ബാങ്ക് സഹകാരികളുടെ നിരവധി ലോണുകൾ പരിഗണനയിലിരിക്കുന്നതിനാൽ ഈ മാസം 6-ാം തീയതി വരെ രാജിവെക്കരുതെന്ന് ബാങ്ക് പ്രസിഡന്റ് M. ഡാനിയൽ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് നാസർ ഖാൻ രാജിക്കത്ത് നൽകിയിട്ടില്ല. രാജ്യസന്നദ്ധതയുമായിട്ടാണ് ഒരംഗം ശ്രീമാൻ നാസർ ഖാൻ ഇവിടെ എത്തിയത്. എന്നാൽ 1.5 മാസത്തിലധികമായി ബാങ്ക് വായ്പ കൊടുത്തു. 100-ലധികം അംഗങ്ങളുടെ അപേക്ഷയുടെ സ്വീകരിച്ച് പരിശോധനയ്ക്കും തീരുമാനത്തിനുമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ അപേക്ഷകൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് രാജിവെക്കരുതെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 6-ാം തീയതി കൂടാൻ നിശ്ചയിച്ചിരിക്കുന്ന കമ്മിറ്റി ഇതിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് അറിയിച്ചു. അതിനുശേഷമേ രാജിവെക്കുക. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ ഉൾപ്പെടെ പാർട്ടി അംഗങ്ങൾക്കൊപ്പം നാസർ ഖാൻ ഉറുകുന്ന ബാങ്കിലെത്തി രാജ്യസന്നദ്ധത അറിയിച്ചത്. ബാങ്കിലെ 4 ബോർഡ് അംഗങ്ങളെ വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാത്തതിനാൽ അയോഗ്യരാക്കിയ സാഹചര്യത്തിലാണ് രാജിവെക്കാൻ തീരുമാനിച്ചതെന്ന് നേരത്തെ നാസർ ഖാൻ ലൈവ് വാർത്തയോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ പുറത്താക്കപ്പെട്ട അംഗങ്ങൾ കോടതിയെ സമീപിക്കുകയും ഉത്തരവിന് സ്റ്റേ വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി കേസ് ഈ മാസം 10-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. RSP മുന്നണി മാറിയ സാഹചര്യത്തിൽ ബാങ്കിലെ ബോർഡ് മെമ്പർ സ്ഥാനം രാജിവെക്കാൻ ഐക്യജനാധിപത്യ മുന്നണി ചേർന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് K. ശശിധരൻ പറഞ്ഞു. ഈ സ്ഥാപനത്തിൽ വിശ്വസിച്ച് ലോണുകൾ എടുക്കുന്ന അപേക്ഷ കൊടുത്തിട്ടുള്ളവരും ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയമായ സഹകാരികളുടെ ഉത്തമമായ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ തെന്മല മണ്ഡലം നേതൃത്വം തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് ബോർഡ് മെമ്പർ 5 പേർ മാത്രമാണ് ഇപ്പോൾ ബോർഡിലുള്ളത്. സ്വാഭാവികമായും 2 മാസത്തിനകം ഈ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഘം ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് സഹകരണ ചട്ടം അനുസരിച്ച് ഈ നവംബർ മാസത്തിൽ തന്നെ നവംബർ മുമ്പായിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി 2 മാസത്തിന് ഇലക്ഷൻ നടത്താൻ സാധ്യതയില്ല. മറിച്ച് ഇവിടെ ഒരു പ്രചരണം രൂപം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഭരണ പ്രതിസന്ധിയുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പ്രവർത്തനത്തെ അത് പിന്നോട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം ഉണ്ടായി. ആ പ്രചരണത്തിന് ഉത്തരവാദികളാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം തീരുമാനിച്ചത് ശ്രീ നാസർ ഖാൻ ഇന്ന് ഡയറക്ടർ മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ ഇന്ന് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ബാങ്ക് വരികയും ബാങ്ക് പ്രസിഡന്റിനെ കണ്ട് രാജി എടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജി നിങ്ങൾക്ക് നൽകരുതെന്നും വരുന്ന 6-ാം തീയതി ബാങ്കിൻ്റെ ഭരണസമിതി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും ആ മീറ്റിങ്ങിൽ വെച്ച് ലോണുകൾ ഉൾപ്പെടെയുള്ള സഹകാരികളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതിന് ശേഷം മാത്രമേ അനന്തര നടപടികൾ സ്വീകരിക്കാവൂ എന്നുള്ള ബാങ്ക് പ്രസിഡന്റ് അഭ്യർത്ഥിക്കുകയുണ്ടായി. ബാങ്ക് പ്രസിഡന്റ് അഭ്യർത്ഥനയെ മാനിച്ചും എന്നാൽ വായ്പകൾ, ബാങ്കിന്റെ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ എന്നിവയിൽ മാത്രമേ താൻ സഹകരിക്കൂവെന്നും അംഗങ്ങളെ ചേർക്കൽ, ഇലക്ഷൻ തുടങ്ങിയ അജണ്ടയിൽ താൻ പങ്കുചേരില്ലെന്നും നാസർ ഖാൻ അറിയിച്ചു. ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങൾ മാത്രം നമുക്ക് എടുത്തുകൊണ്ട് അത് പാസ്സാക്കിയതിനു ശേഷം ഈ സഹകാരികളുടെ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം നമുക്ക് കണ്ടുകൊണ്ട് മാത്രം അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ രാജിയിലേക്ക് പോകുന്നതിന് എനിക്ക് എതിർപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് സഹകരിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചും തീർച്ചയായും അദ്ദേഹം തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തെ രാജി മാറ്റി അടുത്ത ദിവസത്തിലേക്ക് മാറ്റുകയും 6-ാം തീയതി മീറ്റിംഗിൽ പങ്കെടുത്ത സഹകാരികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇളമ്പൽ CSIയുടെ 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മഞ്ഞക്കാല ഡിസ്ട്രിക്ട് കൌൺസിലിന്റെ നേതൃത്വത്തിൽ അഖില ലോക സൺഡേ സ്കൂൾ ദിനാഘോഷവും സംഘടിപ്പിച്ചു. റവറന്റ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ ഭാഗത്ത് CSI സഭയുടെ ശതാബ്ദി ഉദ്ഘാടനം ചെയ്യുവാൻ ഒരവസരം കിട്ടി എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട്
ആ കാക്കാത്തി അറിഞ്ഞെങ്കിലും അതിൽ വലിയ ഭാഗ്യമായി ഞാൻ അനുഭവിക്കുന്നു. അത് ദൈവം തന്ന വലിയ പദവിയായിട്ട് ഞാൻ കരുതുന്നു. വിദേശ മിഷണറിമാരാണ് സുവിശേഷം ഇവിടെ പ്രഘോഷിച്ചിട്ടുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രത്യാശയും അനുഭവിക്കുന്നതിനുള്ള മുഖാന്തരം എന്നവനെ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ അവതാരമായ യേശു ക്രിസ്തുവിനുമായുള്ള ബന്ധമാണ്. ഈ വലിയ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിന് വഴി തുറന്ന ആ പ്രവർത്തനത്തിനാണ് നാം സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമായാണ് മറ്റുള്ള വളർച്ചകളും ഉയർച്ചകളും ഒക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്നും വിദേശത്ത് നിന്നുകൂടെ വന്ന് സുവിശേഷം പറഞ്ഞ മിഷണറിമാരെ നാം സ്മരിക്കുകയും അവരെ നമുക്ക് വെട്ടിത്തുറന്ന വഴികൾ നമ്മളുടെ ഭാവിക്ക് അത്ര അനുഗ്രഹമാണെന്നോർത്ത് അവരോടുള്ള നന്ദി നാം എന്നും നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. സൺഡേ സ്കൂൾ ദിനാഘോഷം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഈ ദേവാലയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകളുടെ ദൈവവിളിയുടെ അടിസ്ഥാനത്തിൽ ഈ നാടിനുണ്ടായ മാറ്റങ്ങൾ ഈ ദേവാലയത്തിന്റെ സാന്നിധ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ദേവാലയത്തിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ വെറും പാവപ്പെട്ടവരും സാധുക്കളുമാണ്. നിങ്ങളെല്ലാവരെയും എനിക്കറിയാം, 12 വർഷമായി നമ്മൾ വളരെ അടുത്ത് ഇടപെടുന്നവരാണ്. പ്രത്യേകിച്ച് CSI എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഒരു CSI കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ CSIയുമായി വളരെയധികം അടുപ്പവും ബന്ധവുമുള്ള, അല്ലെങ്കിൽ സ്വന്തം ജന്മനാട്ടിൽ തന്നെ CSI പള്ളി ഉള്ള അവിടുത്തെ ആരാധനയും കൺവെൻഷനുകളും ഒക്കെ കേൾക്കുകയും പങ്കുകൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. CSI മഞ്ഞക്കാല ഡിസ്ട്രിക്ട് കൌൺസിൽ ചെയർമാൻ റവറൻ ഗ്ലാസ്റ്റിൻ സമാസ് അധ്യക്ഷനായി. സെക്രട്ടറി A. ഡാനിയൽ സ്വാഗതം പറഞ്ഞു. ഡിസ്ട്രിക്ട് കൌൺസിൽ വൈസ് ചെയർമാൻ റവറൻ Z. ദേവരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽകുമാർ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PA സജിമോൻ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ വെറ്റിനറി പോളിക്ലിനിക്കിന്റെയും നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ പുനലൂർ പേപ്പർമിൽ UP സ്കൂളിൽ മൃഗസംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് വളർത്താൻ കോഴികളെ വിതരണം ചെയ്യുന്ന നഗരസഭയുടെ പദ്ധതി സ്കൂളിൽ തുടങ്ങി. UP വിഭാഗത്തിലെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും 5 കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിത്തീറ്റയും വിതരണം ചെയ്തു. ബോധവത്കരണ ക്ലാസ് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. 54 കുട്ടികൾക്ക് ഓരോ കുട്ടിക്കും 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം വിതരണം ചെയ്യുന്നത് 35 വാർഡിലും നമ്മൾ ആദ്യം വേറെ സ്കൂളുകളൊക്കെ നോക്കി. പക്ഷേ 50 കുട്ടികളിൽ കൂടുതലുള്ളത് പേപ്പർ മിൽ സ്കൂളാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്കൂൾ തിരഞ്ഞെടുത്ത് ഇപ്പോൾ കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള മരുന്ന്, അതുപോലെ തന്നെ അവരുടെ തീറ്റ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വസന്താരഞ്ജൻ, സുശീല രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു P. രാമചന്ദ്രൻ നായർ എന്ന മാമിസാറെന്ന് KB ഗണേഷ് കുമാർ. മാമിസാറിന്റെ 23ാമത് ചരമവാർഷികവും അനുസ്മരണവും ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സ്കൂളിന് വഴികാട്ടിയിരുന്ന ഒരു വലിയ മനുഷ്യൻ. ഈ സ്കൂളിനെയും മഞ്ഞക്കാലം ഉണ്ടായിരുന്ന സ്കൂളിനെയും ഇന്ദിരാഗാന്ധി സ്കൂളിനെയും നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മുൻകൈയെടുത്ത ഒരു വലിയ വ്യക്തിത്വത്തിനെ അനുസ്മരിക്കുക എന്നതാണ് നമ്മുടെ ഈ ദിവസത്തിന്റെ പ്രത്യേകത. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളാണ് മാമിസാർ. അദ്ദേഹത്തെ അറിയാത്തവരായി ഈ പ്രദേശത്ത് ആരുമില്ല. രാഷ്ട്രീയ രംഗത്തും രാഷ്ട്രീയത്തിന് അതീതമായി സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ആഴത്തിൽ ചിന്തിച്ചിരുന്ന മനുഷ്യനാണ്. താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും തന്നെ വിശ്വസിക്കുന്ന ജനങ്ങളോടാണെങ്കിലും ഏറ്റവും അധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങൾ പോലും കർമ്മരംഗത്തായിരുന്നു.
വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ പ്രദേശത്തെ സാംസ്കാരിക വികസനത്തിലേക്ക് നയിച്ച ആളായിരുന്നു മാമിസാറെന്ന് കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. പറഞ്ഞു. തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം ഗണേഷ് കുമാർ നിർവഹിച്ചു. സ്കൂൾ മാനേജരും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ആർ. പത്മഗിരീഷ് ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ എം.എൽ.എ. അഡ്വക്കേറ്റ് കെ. പ്രകാശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. തികഞ്ഞ ജനാധിപത്യവാദിയും ക്രാന്തദർശിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്നു മാമിസാറെന്ന് പ്രകാശ് ബാബു അനുസ്മരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും പ്രമുഖരെയും പ്രകാശ് ബാബു ചടങ്ങിൽ ആദരിച്ചു. എൻഡോമെന്റുകളുടെ വിതരണം കെ. മൊഹീദ്ദീൻ കുഞ്ഞിലബ്ബ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എസ്. മുഹമ്മദ് അസ്ലം, എസ്. അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ജെ. ഷാജഹാൻ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം. റഹീംകുട്ടി, വി. എസ്. വിനോദ്, PTA പ്രസിഡന്റ് ജെ. അഷ്റഫ്, ഹെഡ്മാസ്റ്റർ വി. നിസാമുദ്ദീൻ, സ്റ്റാഫ് സെക്രട്ടറി ജെ. ഷാജി, കുന്നിക്കോട് ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. ആവണീശ്വരം APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ, ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ കൌൺസിൽ അംഗം, കോൺഗ്രസ് നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള മാമിസാർ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഏറെ ആദരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു. സമ്മേളനത്തിൽ ചിത്രകാരനും ശില്പിയുമായ ബിജു ചക്കുവരക്കലിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. NSSന്റെ 100 വയസ്സ് ഒറ്റക്കൽ ദേവീവിലാസം കരയോഗം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പതാക ദിനമായി ആഘോഷിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരമായിരുന്നു പരിപാടികൾ. 100ാമത് ജന്മദിനം പതാക ദിനമായി സംസ്ഥാനം മുഴുവൻ ആഘോഷിക്കാൻ NSS തീരുമാനിച്ചിരുന്നു. ഒറ്റക്കൽ ദേവീവിലാസം 2637 നമ്പർ കരയോഗത്തിൽ രാവിലെ 9 മണിക്ക് ആഘോഷങ്ങൾ തുടങ്ങി. മന്നം സ്മരണ പ്രാർത്ഥനയ്ക്ക് ശേഷം കരയോഗം പ്രസിഡന്റ് രാജശേഖരൻ നായർ പതാക ഉയർത്തി. തുടർന്ന് പ്രസിഡന്റ് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് കരയോഗം വളർന്നു വരുന്നതെന്നും സമൂഹത്തിലെ അവശവിഭാഗങ്ങൾക്ക് NSS കൈത്താങ്ങായിരിക്കുമെന്നും കരയോഗം പ്രസിഡന്റ് രാജശേഖരൻ നായർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കോളർഷിപ്പ് വിതരണം. 4ാം ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്ന കരയോഗ അംഗത്തിൻ്റെ കുട്ടിക്ക്, അതേപോലെ 7ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിൽ നിന്ന് +2 ഡിഗ്രി ഈ തലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ എല്ലാ വർഷവും സ്കോളർഷിപ്പ് കൊടുക്കുക. കൂടാതെ നമ്മളെ ചികിത്സാ ധനസഹായം നൽകി വരുന്നു. ആഘോഷ പരിപാടികൾക്ക് കരയോഗം ഭാരവാഹികളായ ഗോപാലകൃഷ്ണൻ നായർ, ഗോപകുമാർ, ഗോപിനാഥപിള്ള, ശൈലജ, മണിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. കിഴക്കൻ വനയോര മേഖലയിലെ വനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകണമെന്ന് LDF ആവശ്യപ്പെട്ടു. വിഷയം ചൂണ്ടിക്കാട്ടി വനവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് CPM ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മത്തായി തോമസ് പറഞ്ഞു. കിഴക്കൻ മലയോരത്തെ കഴുതുരുട്ടി, ഇടപ്പാളയം, ആര്യങ്കാവ്, അച്ചൻകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ വനവുമായി ബന്ധപ്പെട്ട ജോലികൾ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് മത്തായി തോമസ് ആരോപിച്ചു. ആര്യങ്കാവ്, കഴുതുരുട്ടി, ഇടപ്പാളയം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ 50% ഫോറസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. എന്നാൽ കഴിഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി വന്നു, ഏതാണ്ട് ഒരു 100 ദിവസം വരെ തൊഴിൽ ദിനം കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം നാമമാത്രം. ഇപ്പോൾ ഫോറസ്റ്റ് മേഖലയിൽ ധാരാളം പണികളുണ്ട്. ഈ പണികൾ ചെയ്യുന്നത് കൺവീനർ. ഈ കൺവീനർ എന്ന് പറയുമ്പോൾ തൊഴിലാളിയുടെ പ്രതിനിധിയാണ്. പക്ഷേ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. ഈ തൊഴിൽ ചെയ്യുന്നത് മറ്റ് സംസ്ഥാനത്തെ തൊഴിലാളികൾ ഇവിടെ വന്ന് അവർക്ക് തൊഴിൽ സമയം ഇരട്ടിപ്പിച്ച് തൊഴിൽ കൂലി കുറച്ച് കൺവീനർ ചെയ്യിപ്പിക്കുന്നു. ഈ പ്രദേശവാസികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. കാടുവെട്ട്, പ്ലാന്റിംഗ്, ഫയർലൈൻ, ടെറസ് വെട്ട് മുതലായ ജോലികൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കണം. ഇതിനായി തൊഴിലാളികൾ ഒപ്പിട്ട നിവേദനം വനവകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ CCF-നും നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അന്തിമ വെട്ടും ഇടപെട്ട് ഒഴിച്ച് ബാക്കി എല്ലാ തൊഴിലും ഈ തൊഴിലുറപ്പ് പദ്ധതി ഉള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഈ തൊഴിലുറപ്പ് അംഗങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് തൊഴിൽ ദിനം ലഭിക്കുന്ന 100 അല്ല 200ഓളം ലഭിക്കും. യാതൊരു തൊഴിലിനും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ഈ തൊഴിൽ, ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ തൊഴിൽ ഈ തൊഴിലുറപ്പുകാരെ ഏൽപ്പിക്കണം. എന്നാൽ വിഷയത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകാനാണ് LDF തീരുമാനമെന്ന് CPI ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VS സോമരാജൻ പറഞ്ഞു. ഞങ്ങൾ വരുന്ന ഡിസംബർ മാസം 15-ാം തീയതി ആര്യങ്കാവ് റേഞ്ച് ഓഫീസിലേക്ക് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ തൊഴിലുകളും, അതായത് ക്ലിയർ ഫില്ലിങ്, അന്തിമ വെട്ടും ഇടവെട്ടും ഒഴികെയുള്ള മുഴുവൻ തൊഴിലുകളും ഈ തൊഴിലാളികൾക്ക് നൽകണം. അതിനുള്ള അടിയന്തര നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് വനംവകുപ്പിൻ കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മന്ത്രിയും ഇതിലിടപെട്ട് അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ടാക്കിയില്ലെങ്കിൽ ഡിസംബർ 15-ാം തീയതിയോടുകൂടി ഞങ്ങൾ ആര്യങ്കാവ് റേഞ്ച് ഓഫീസിലേക്ക് മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള മാർച്ചും ധർണയുമാണ് ഇടതുപക്ഷ മുന്നണി എന്ന രീതിയിൽ ആലോചിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. CPM-ന്റെ 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. പുനലൂർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് നമ്മൾ ദുർബലപ്പെടുന്നു അത് നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ ദുർബലപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒബാമയ്ക്ക് അമേരിക്കൻ ഭരണാധികാരികൾക്ക് മൻമോഹൻ സിംഗിനെ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയും പ്രധാനമന്ത്രിയും തന്നെയാണ്. മൻമോഹൻ സിംഗ് പോയിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ മൻമോഹൻ സിംഗിനേക്കാൾ സ്വീകാര്യത ആരോടാ? മോഡിയോടാണ്. ഇപ്പോൾ മോഡി ആയാലെന്ത്, മൻമോഹൻ സിംഗ് ആയാലെന്ത്, സമ്പന്ന വർഗ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നിവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരി എന്ന നിലയിലേക്ക് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോക്കൽ കമ്മിറ്റി അംഗം ജമീല തൗഫീഖ് അധ്യക്ഷയായി. എ പ്രകാശ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം പട്ടണം ചീഞ്ഞു നാറുന്നതായി പത്തനാപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്കറ്റും ടൌണും മത്സ്യമാംസങ്ങളും ചീഞ്ഞ പച്ചക്കറികളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പത്തനാപുരം ടൌണിലെയും ചന്തയിലെയും മാലിന്യങ്ങൾ മഴക്കാലമായാൽ പ്രധാന പാതയിലൂടെ ഒഴുകി ജനവാസ കേന്ദ്രങ്ങളിൽ എത്തും. ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരത്തിനു മുകളിലൂടെ കാൽനടയാത്രയും വാഹനയാത്രയും ഏറെ ദുഷ്കരമാണ്. മാലിന്യങ്ങൾക്ക് മുകളിലൂടെ വാഹനങ്ങൾ കയറിയിറങ്ങുമ്പോൾ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളവ ചതഞ്ഞരയുന്നു. മത്സ്യമാംസങ്ങളുടെയും പച്ചക്കറികളുടെയും അവശിഷ്ടമാണ് ഈ കാണുന്നത്. പത്തനാപുരത്ത് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ദുർഗന്ധം കാരണം വ്യാപാരികളും പൊതുപ്രവർത്തകരും ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. ടൌണിലും മാർക്കറ്റിലും ശാസ്ത്രീയ കാഴ്ചപ്പാടോടെ മാലിന്യ സംസ്കരണത്തിന് സംവിധാനങ്ങൾ ഉണ്ടാകാതെ പ്രശ്നപരിഹാരം അസാധ്യമാണ്. മലിനജലം ഒഴുകിപ്പോകുന്നതിനായി പ്രധാന പാതയുടെ ഇരുവശത്തും ഓട സ്ഥാപിച്ചെങ്കിലും ഓടകളെല്ലാം അടഞ്ഞുകിടക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ചില പ്രധാന നേതാക്കൾ വന്ന് പ്രസംഗിച്ചു പോയതല്ലാതെ കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ലെന്നു മാത്രം. പത്തനാപുരത്ത് പൊതുജനം മാലിന്യ പ്രശ്നത്താൽ ദുരിതമനുഭവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് വിട്ടു നൽകുന്ന സ്ഥലം ASP ഡോക്ടർ ജെ ഹിമേന്ദ്രനാഥ് സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷൻ മാറ്റുന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കും എന്ന് പ്രതീക്ഷിക്കുന്ന യോഗത്തിന് മുന്നോടിയായാണ് സന്ദർശനമെന്ന് അറിയുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ASP തെന്മലയിൽ എത്തിയത്. തെന്മല ഡാം സുരക്ഷ, പോലീസ് സ്റ്റേഷന്റെ മാറ്റം സംബന്ധിച്ച വിവരങ്ങൾ, ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച് ദേശീയപാതയുടെ സന്ദർശനം തുടങ്ങിയവയായിരുന്നു ASPയുടെ വരവിന് പിന്നിൽ. നിലവിൽ സ്വകാര്യ തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ ശോച്യാവസ്ഥ പരിഗണിച്ച് തെന്മല മാർക്കറ്റിനോട് ചേർന്ന് സ്ഥലം വിട്ടു നൽകാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിനെതിരെ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. അതേസമയം അടുത്തിടെ തെന്മല ഉറുകുന്നിൽ പൊതുചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ആവശ്യപ്പെട്ടിരുന്നു. തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേഷൻ മാറ്റുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി പൊതുവേദിയിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം യോഗത്തിന് മുന്നോടിയായുള്ള സന്ദർശനമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണം കടുത്ത പ്രതിസന്ധിയിൽ തുടരുന്നു. LDFന്റെ ഭരണസമിതിയിലെ 4 അംഗങ്ങൾ അയോഗ്യരാക്കപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിസന്ധി. അയോഗ്യരാക്കപ്പെട്ടവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കിഴക്കൻ മലയോര മേഖലയിലെ വനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകണമെന്ന് LDFന്റെ ആവശ്യം. വിഷയം ചൂണ്ടിക്കാട്ടി വനം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. CPMന്റെ 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. മാലിന്യ പ്രശ്നത്തിനു പരിഹാരമില്ലാതെ പത്തനാപുരം പട്ടണം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.